നമസ്കാരം. CBSE വിദ്യാർത്ഥികളെ പരീക്ഷിച്ച് മതിയായില്ലേ? പരീക്ഷണം എത്ര നാൾ? പരീക്ഷാ നടത്തിപ്പിലെ വീഴ്ചയിൽ വലയുന്നത് നമ്മുടെ കുട്ടികളാണ്. 12ാം ക്ലാസ് പരീക്ഷാ ഫലം വന്ന് മാർക്ക് അടിസ്ഥാനത്തിൽ മറ്റു കോഴ്സുകൾക്ക് ചേരാനുള്ള സമയമായി. ജൂൺ മാസമായിട്ടും പരീക്ഷാ മൂല്യനിർണ്ണയവും പുനർമൂല്യനിർണ്ണയവും അനിശ്ചിതത്വത്തിലാണ്. സിസ്റ്റം എന്ന് ക്ലിയർ ആകുമെന്നതാണ് ചോദ്യം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എന്തായാലും പരസ്യ പ്രതിഷേധവുമായി പാർട്ടികൾ ഇറങ്ങുകയാണ്. ടോപ് 10ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. CBSE പരീക്ഷാ വീഴ്ചയിൽ നടപടിയുമായി വിദ്യാഭ്യാസ മന്ത്രാലയം. പരീക്ഷാ നടത്തിപ്പിന്റെ കരാർ കോപ്പറ്റ് കമ്പനിക്ക് നൽകിയതിൽ റിപ്പോർട്ട് തേടി. വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടിയെന്ന് മന്ത്രാലയം. വെബ്സൈറ്റ് വീണ്ടും പണിമുടക്കി. പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാനാകാതെ വിദ്യാർത്ഥികൾ. ഉടൻ പരിഹരിക്കുമെന്ന് CBSE. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പരസ്യ പ്രതിഷേധത്തിന് കോക്രോച്ച് ജനതാ പാർട്ടി. ശനിയാഴ്ച ഡൽഹിയിൽ പ്രതിഷേധ റാലി. മാസപ്പടി കേസിൽ ED അന്വേഷണം സ്റ്റേ ചെയ്യാതെ ഹൈക്കോടതി. അന്വേഷണം തടയണമെന്ന ഹർജിയിൽ ഉത്തരവ് വെള്ളിയാഴ്ച. അതുവരെ ഹർജിക്കാർക്കെതിരെ നടപടി പാടില്ലെന്നും വീണയടക്കം കക്ഷിയല്ലാത്തവർക്കെതിരെ നടപടി തുടരാമെന്നും കോടതി. LPG വാണിജ്യ സിലിണ്ടറുകളുടെ വില വീണ്ടും കൂടി. 19 കിലോഗ്രാം സിലിണ്ടറിന് 46 രൂപ കൂടി 3131 രൂപയായി. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. മിൽമ പാലിനും തൈരിനും വില കൂടി. പാൽ ലിറ്ററിന് 4 രൂപയും തൈരിന് 10 രൂപയും കൂടി. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറന്നു. 1ാം ക്ലാസ്സിലെത്തിയത് 3 ലക്ഷം കുട്ടികൾ. പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരം അട്ടക്കുളങ്ങര ഗവൺമെന്റ് സ്കൂൾ വളപ്പിലെ ഓഫീസ് കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു. ഓഫീസ് സമയം കഴിഞ്ഞതിനാൽ ദുരന്തം ഒഴിവായി. റിപ്പോർട്ട് തേടി വിദ്യാഭ്യാസ മന്ത്രി. ഭൂതകാലത്ത് നിന്നും മാറി വർത്തമാനകാലത്ത് ജീവിക്കാൻ പഠിക്കണമെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. വാക്കിലും പ്രവൃത്തിയിലും കൃത്യമായ ബോധം വേണമെന്നും അമ്മ. കോഴിക്കോട് ബ്രഹ്മസ്ഥാന മഹോത്സവം ഇന്ന് സമാപിക്കും. തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ K. അണ്ണാമലൈ പാർട്ടി വിടുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ കേന്ദ്ര നേതൃത്വത്തെ കാണാൻ ഡൽഹിയിൽ. നാളെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനുമായി കൂടിക്കാഴ്ച നടത്തും. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പിളർപ്പിലേക്ക്. മമതാ ബാനർജി വിളിച്ച യോഗത്തിൽ പങ്കെടുക്കാത്ത MLA മാർ പാർട്ടി വിട്ടേക്കും. സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന് 2 MLA മാരെ പുറത്താക്കി TMC. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിൽ. ലെബനനിൽ ഇസ്രായേലിന്റെ സൈനിക നീക്കം തുടരുന്നു. ഷേഖം ദ്വീപിലെ ഇറാൻ സൈനിക കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയ അമേരിക്ക നിലപാടുകൾ മാറ്റുന്നുവെന്നും ഇനി നേരിട്ടുള്ള ചർച്ചയ്ക്കില്ലെന്നും ഇറാൻ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ രാജ്യത്തെ സംപ്രേഷണ അവകാശം സ്വന്തമാക്കി സീ ടെലിവിഷൻ. ക്രിക്കറ്റ് കാനഡയുടെ അംഗത്വം സസ്പെൻഡ് ചെയ്ത ICC. നടപടി ഭരണത്തിൽ ഗുരുതര വീഴ്ച ചൂണ്ടിക്കാട്ടി. വന്യജീവി ആക്രമണം ചെറുക്കാൻ ത്രിതല സംവിധാനത്തിലുള്ള സുരക്ഷ ഒരുക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ആനയെ തുരത്താൻ നാളെ മുതൽ സ്പെഷ്യൽ ഡ്രൈവ് നടത്തും. 30 കിലോമീറ്റർ ദൂരപരിധിയിൽ അടിക്കാടുകൾ വെട്ടാൻ നിർദ്ദേശം. സ്റ്റോറി ഓഫ് ദ ഡേ. സുമനസ്സുകളുടെ കാരുണ്യം കാത്ത് അനന്തകൃഷ്ണൻ. CBSEയുടെ ഉറപ്പ്
പാഴായോ? ഇതാണ് ഉയരുന്ന ചോദ്യം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് വലയുന്നത്. പുനർമൂല്യനിർണ്ണയ അപേക്ഷ നൽകാൻ കഴിയുന്നില്ല. വെബ്സൈറ്റിൽ വീണ്ടും തകരാർ സംഭവിച്ചതായി വിദ്യാർത്ഥികളുടെ പരാതി. മാർക്ക് നൽകിയതിലും വ്യാപക പരാതിയാണ് ഉയരുന്നത്. പരീക്ഷാ വീഴ്ചയിൽ നടപടിയുമായി വിദ്യാഭ്യാസ മന്ത്രാലയം ഇതിനോടകം തന്നെ രംഗത്തെത്തി. കോർപ്പറേറ്റ് കമ്പനിക്ക് പരീക്ഷാ നടത്തിപ്പിന്റെ കരാർ നൽകിയതിൽ റിപ്പോർട്ടും ടെൻഡർ നടപടികളുടെ വിശദാംശങ്ങളും തേടിയിട്ടുണ്ട്. വീഴ്ചയിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് രാഹുൽ ഗാന്ധി എംപിയും ആവശ്യപ്പെട്ടു. CBSE +2 പരീക്ഷയിലും പുനർമൂല്യനിർണ്ണയ നടപടികളിലും വരുത്തിയ വീഴ്ചകളിൽ വിദ്യാഭ്യാസ മന്ത്രാലയം നടപടി ആരംഭിച്ചു. പരീക്ഷാ നടത്തിപ്പിന് കോംപ്റ്റ് കമ്പനിക്ക് കരാർ നൽകിയതിൽ റിപ്പോർട്ട് തേടി. ടെൻഡർ നടപടികളുടെ വിശദാംശങ്ങളും ശേഖരിച്ചു. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഉത്തരക്കടലാസുകൾ ഡിജിറ്റൽ രൂപത്തിലാക്കി മൂല്യനിർണ്ണയം നടത്തിയ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പാളിച്ച ഉണ്ടായെന്നാണ് വിലയിരുത്തൽ. +2 പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സ്വീകരിച്ചു തുടങ്ങി. വെബ്സൈറ്റിലെ തകരാറുകൾ പരിഹരിച്ചുവെന്ന് CBSE അവകാശപ്പെട്ടെങ്കിലും പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാൻ സാധിക്കുന്നില്ലെന്ന് വിദ്യാർത്ഥികൾ പരാതി ഉയർത്തി. വെബ്സൈറ്റ് തകരാർ കാരണം അപേക്ഷ പൂർത്തീകരിക്കാനാകുന്നില്ലെന്ന് സ്ക്രീൻഷോട്ടുകൾ സഹിതമാണ് വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടത്. നേരത്തെ ഉത്തരക്കടലാസിന്റെ പകർപ്പ് ലഭിക്കുന്നതിനും സാങ്കേതിക പിഴവ് നേരിട്ടിരുന്നു. വിദ്യാർത്ഥികളുടെ പരാതിയും ആശങ്കയും അറിയിക്കാൻ CBSE ഹെൽപ്പ് ലൈൻ നമ്പർ പുറത്തിറക്കിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വിഷയത്തിൽ പാർട്ടികൾ പരസ്യ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ്. സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ കോക്രോച്ച് ജനതാ പാർട്ടി തെരുവിലിറങ്ങി പ്രതിഷേധിക്കാനൊരുങ്ങുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ശനിയാഴ്ച ഡൽഹി ജന്തർ മന്ദറിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കും. ഇതിൽ പങ്കെടുക്കാനായി ഇന്ത്യയിലെത്തുമെന്ന് CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിട്ടുണ്ട്. സമാധാനപരമായി ശബ്ദമുയർത്താനുള്ള അവകാശം നമുക്ക് ഭരണഘടന നൽകുന്നുണ്ടെന്നും അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നും വീഡിയോയിൽ പറയുന്നു. ഈ പ്രകടനം നമ്മുടേതാണ് എന്ന കുറിപ്പോടുകൂടിയാണ് അഭിജിത്ത് വീഡിയോ പങ്കുവച്ചത്. ഡൽഹിയിലെ വികാസ് മാർഗിലെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ തീപിടുത്തം. കെട്ടിടത്തിന്റെ 2ാം നിലയിലാണ് തീപിടുത്തമുണ്ടായത്. ആളപായമോ മറ്റ് അപകടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. CBSE വിഭാഗത്തിനിടയിലാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത്. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഇനി മാസപ്പടി കേസിൽ വെള്ളിയാഴ്ച നിർണായകമാണ്. കേസിലെ CMRL അപ്പീലിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വെള്ളിയാഴ്ചയാണ് വിധി പറയുന്നത്. അതുവരെ CMRLനെതിരെ തുടർ നടപടിയില്ലെന്ന് ED വീണ തൈക്കണ്ടിക്കെതിരെയുള്ള ED അന്വേഷണത്തിന് കോടതി ഉത്തരവ് തടസ്സമല്ല. അന്വേഷിക്കുന്ന കേന്ദ്ര സർക്കാർ ഏജൻസി ആവശ്യപ്പെടുന്ന രേഖകൾ നൽകാൻ തടസ്സം എന്തെന്നാണ് ഇന്ന് കോടതിയുടെ ചോദ്യം. രേഖകളിൽ പ്രശ്നമില്ലെങ്കിൽ ക്ലീൻ ചിറ്റ് കിട്ടുമല്ലോ എന്നും കോടതി ആരാഞ്ഞു. 2 വർഷം വിശദമായ വാദം കേട്ട് ED അന്വേഷണത്തിന് ഉത്തരവിട്ട സിംഗിൾ ബെഞ്ച് തീരുമാനം ചോദ്യം ചെയ്താണ് കരിമണൽ കമ്പനിയായ CMRL ഡിവിഷൻ ബെഞ്ചിൽ എത്തുന്നത്. CMRLന്റെ ഹർജിയിൽ വെള്ളിയാഴ്ച വിധി പറയുന്നവരെയാണ് ED അന്വേഷണത്തിന് താൽക്കാലിക വിരാമം ഹർജി നൽകിയ CMRLന് മാത്രമാണ് ബാധകം. എന്നാൽ EDക്ക് വീണ തൈക്കണ്ടിയുടെ കേസ് അന്വേഷിക്കുന്നതിന് തടസ്സമില്ല. കേസിൽ ഇരട്ട അന്വേഷണം നടക്കുന്നുവെന്ന് ആരോപിച്ചാണ് CMRL ഹൈക്കോടതിയെ സമീപിച്ചത്. സിംഗിൾ ബെഞ്ചിൽ SFIയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം മറുപടി നൽകുന്നതിന് മുമ്പ് സിംഗിൾ ബെഞ്ച് വിധി പറഞ്ഞുവെന്നും ഡിവിഷൻ ബെഞ്ചിൽ CMRL ആരോപിച്ചു. പ്രഥമ ദൃഷ്ട്യാ EDക്ക് അന്വേഷിക്കാൻ പറ്റുന്ന ഒരു കേസ് നിലനിൽക്കില്ലെന്നാണ് ഹൈക്കോടതിയിൽ CMRL വാദിച്ചത്. കുറ്റമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അന്വേഷണവുമായിട്ട് സഹകരിക്കാൻ തടസ്സമെന്തെന്ന് ഹൈക്കോടതി ആരാഞ്ഞു. അന്വേഷണ ഏജൻസി അന്വേഷിച്ച് തെളിവെടുക്കുന്നതിൽ എന്താണ് ഇത്ര ബുദ്ധിമുട്ടെന്നും കോടതി ചോദിച്ചു. അനാവശ്യമായ ഒരു അന്വേഷണം നേരിടേണ്ടതില്ലെന്നാണ് CMRLന്റെ മറുപടി. ED കണ്ടെത്തിയ തെളിവുകൾ മുദ്രവച്ച കവറിൽ ED ഹൈക്കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം വിലയിരുത്തിയായിരിക്കും വെള്ളിയാഴ്ച ഹൈക്കോടതിയുടെ അന്തിമ ഉത്തരവ്. ഇടക്കാല ഉത്തരവായി ED അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നായിരുന്നു CMRL ആദ്യം മുതൽ ആവശ്യപ്പെട്ടത്. എന്നാൽ ഹർജി മുഴുവനായും കേൾക്കാമെന്നും അന്തിമ ഉത്തരവ് തന്നെ പുറപ്പെടുവിക്കാമെന്നും ഡിവിഷൻ ബെഞ്ച് നിലപാടെടുക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ന് തന്നെ വാദം കേട്ട ശേഷം ഹർജിയിൽ വിധി പറയാൻ വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയത്. അമൃത ന്യൂസ്, കൊച്ചി. വില വർധനവിൽ പൊറുതിമുട്ടുകയാണ് ജനങ്ങൾ. രാജ്യത്ത് വീണ്ടും പാചകവാതക വില വർദ്ധിച്ചു. 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന് 46 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. വില വർധനവിൽ ആശങ്കയിലാണ് ഹോട്ടൽ ഉടമകൾ. ചെലവ് കൂടുമെന്നതിനാൽ ഭക്ഷണത്തിന് വില കൂട്ടാനും ഹോട്ടലുകാർ നിർബന്ധിതരായേക്കും. 12 കിലോയുടെ സിലിണ്ടറിന് 46 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇതോടെ കൊച്ചിയിൽ ഒരു സിലിണ്ടറിന് 3131 രൂപയായി. 5 കിലോയുടെ ഫ്രീ ട്രേഡ് LPG സിലിണ്ടറിനും 11 രൂപയുടെ വർധനവുണ്ട്.
എന്നാൽ ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. മെയ് ആദ്യവും വാണിജ്യ സിലിണ്ടറുകളുടെ വില കുത്തനെ കൂട്ടിയിരുന്നു. 993 രൂപയുടെ വർധനമാണ് അന്നുണ്ടായത്. പശ്ചിമേഷ്യൻ സംഘർഷവും ഹോർമൂസ് കടലിടുക്കിലെ തടസ്സവുമാണ് വില കൂടാനുള്ള പ്രധാന കാരണം. വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിച്ചത് ഹോട്ടൽ അടക്കമുള്ള വ്യവസായങ്ങളെ സാരമായി ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ്. ചായക്കൊക്കെ നമ്മൾ 1 രൂപ കൂട്ടിയുള്ളൂ, പക്ഷേ അതൊന്നും നമുക്ക് പറ്റില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചായക്ക് 20 രൂപയെങ്കിലും ആക്കണം. ശരിക്കും മിനിമം 15 ഇതിന് കിട്ടിയാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇനിയും പ്രതിസന്ധി തന്നെയായിരിക്കും, കാരണം ഇനിയും വില കൂടും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ വളരെ പ്രയാസത്തിലായിരിക്കുള്ളൂ. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിലവർദ്ധനവ് പ്രതീക്ഷിച്ചിരുന്നതാണെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. നാച്ചുറലായിട്ടുള്ള ഇൻഫ്ലേഷൻ അല്ലേ, എക്സ്പെക്റ്റഡ്. ഭക്ഷണ സാധനങ്ങൾക്ക് വില വർദ്ധിച്ചതോടെ ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണം കഴിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വില ഇപ്പോൾ വർദ്ധിച്ചിട്ടില്ല എന്നതാണ് ചെറിയ ആശ്വാസം. അമൃത ന്യൂസ്, കൊച്ചി. പാലിനും ഗ്യാസിനും വില കൂടിയതോടെ പിടിച്ചു നിൽക്കാനാകാതെ ഹോട്ടൽ മേഖല. സംസ്ഥാനത്ത് മിൽമ പാലിന് ഏർപ്പെടുത്തിയ വില വർധനയും പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. തൈരിന് കൂടിയത് കിലോയ്ക്ക് 10 രൂപയാണ്. മിൽമയുടെ മറ്റു പാൽ ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ വില കൂട്ടിയിട്ടില്ല എങ്കിലും വരും ദിവസങ്ങളിൽ ആനുപാതികമായി വില കൂടാനാണ് സാധ്യത. ക്ഷീരകർഷകരുടെ ചെലവ് വൻതോതിൽ വർദ്ധിക്കുകയാണ്. കർഷകരുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് പാൽ വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെന്നാണ് മിൽമയുടെ വിശദീകരണം. ലിറ്ററിന് 4 രൂപ കൂട്ടുമ്പോൾ 3 രൂപ 35 പൈസ കർഷകർക്ക് ലഭിക്കുമെന്നും മിൽമ അറിയിച്ചു. മൊത്തം വർധനയുടെ 83.75%. പാൽ കവറുകളിൽ നിലവിൽ പഴയ വില തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1 മാസം വരെ ഇത് തുടരുമെന്നും പുതിയ വില പ്രിന്റ് ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്നും മിൽമ അറിയിച്ചു. ഐസ്ക്രീം, നെയ്യ് ഉൾപ്പെടെയുള്ള മിൽമയുടെ മറ്റ് പാൽ ഉൽപ്പന്നങ്ങൾക്ക് തൽക്കാലം വിലയിൽ മാറ്റമുണ്ടാകില്ല എന്നാണ് വിവരം. വരും ദിവസങ്ങളിൽ ആനുപാതികമായി വില കൂട്ടാൻ നീക്കമുണ്ട്. വില ഉയർന്നതോടെ മഞ്ഞ കവറിലെ പാലിന്റെ വില 25 രൂപയിൽ നിന്നും 27 രൂപയായി. നീല കവറിന്റെ വില 28 നിന്നും 30 രൂപയായിട്ടുണ്ട്. 70 രൂപ വിലയുള്ള 1 ലിറ്റർ ബോട്ടിൽ കൗമിൽക്കിന് ഇനി 75 രൂപ നൽകണം. തൈര് ക്ലാസിക്കിന് 35 നിന്നും 40ആയും എലൈറ്റിന് 40 നിന്നും 45 രൂപയായും വർദ്ധിച്ചിട്ടുണ്ട്. 2022 ഡിസംബർ 1 ഏറ്റവും ഒടുവിൽ മിൽമ പാൽ വില കൂട്ടിയത്. അന്ന് ലിറ്ററിന് 6 രൂപയാണ് വർദ്ധിപ്പിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വൈബായി കുട്ടികളെ മധുരം നൽകി സ്വീകരിച്ച അധ്യാപകരും. മധ്യവേനൽ അവധിക്ക് ശേഷം വർണ്ണാഭമായ പ്രവേശനോത്സവത്തോടെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി. തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിച്ചു. 3 ലക്ഷത്തിലധികം കുരുന്നുകളാണ് ഇത്തവണ 1ാം ക്ലാസ്സിലേക്ക് എത്തിയതെന്ന് വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞു. ആചാരം തെറ്റിക്കാതെ ചിലർ കരഞ്ഞു, മറ്റു ചിലർക്ക് ആശ്ചര്യം. ഇതൊക്കെ എന്ത് എന്ന മട്ടിൽ വേറെ ചിലർ. പ്രവേശനോത്സവത്തിന്റെ മനോഹര കാഴ്ചകൾ ഇങ്ങനെയൊക്കെയായിരുന്നു. സമ്മാനമായി കിട്ടിയ വർണ്ണക്കുടകളും ബാഗുകളും ചിലർ അമ്പരപ്പോടെ നോക്കി. നിഷ്കളങ്കമായ മുഖത്തോടെ ഇരിക്കുന്ന കുട്ടികളിലേക്ക് വിദ്യാഭ്യാസ മന്ത്രിയും അധ്യാപകരും പകർന്നത് സ്നേഹമാധുര്യം. ഉദ്ഘാടകനായി വേദിയിലേക്കെത്തിയ മുഖ്യമന്ത്രി വി.ഡി. സതീശനുമൊത്ത് സെൽഫി എടുത്തും സംവദിച്ചും കുട്ടികൾ. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഉത്സവച്ചായ പകർന്ന അന്തരീക്ഷമെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. നമ്മളൊരു പുതിയ അധ്യയന വർഷത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ വളരെയേറെ ഉത്സവച്ചായ പകർന്ന അന്തരീക്ഷത്തിലാണ് കേരളത്തിലെ സ്കൂളുകളിൽ ഈ ദിനം ആചരിക്കുന്നത്. സ്കൂൾ തുറന്ന ദിവസത്തിൽ മഴയില്ലല്ലോ എന്ന പരിഭവത്തിൽ മുഖ്യമന്ത്രി. കാലഘട്ടത്തിന്റെ പ്രത്യേകതയും അറിവ് നേടേണ്ടതിന്റെ പ്രാധാന്യവും ഓർമ്മിപ്പിച്ചു അദ്ദേഹം. എന്തൊരു സന്തോഷകരമായ ദിവസമാണിത്. പക്ഷെ എനിക്കൊരു സങ്കടമുണ്ട് ഇന്നത്തെ ദിവസം. കാരണം മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ് സങ്കടം. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ സ്കൂൾ തുറക്കുന്ന ദിവസം ഉറപ്പായി മഴ പെയ്യുമായിരുന്നു. ഞങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള നിശ്ചയദാർഢ്യത്തോടെ ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാ നന്മകളും, ഈ ദിവസത്തിൻ്റെ നന്മകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായി നേർന്നുകൊണ്ട്
ഈ പ്രവേശന ഉത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. ഈ അധ്യയന വർഷത്തിലെ അക്കാദമിക് കലണ്ടറിന്റെ പ്രകാശനവും വേദിയിൽ നടന്നു. 3 മുഖ്യമന്ത്രിമാരുമായി പട്ടം സ്കൂളിലെ വേദി പങ്കിടാൻ കഴിഞ്ഞതിന്റെ സന്തോഷം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പങ്കിട്ടു. സൈബർ സുരക്ഷാ പ്രതിജ്ഞയും ഏവരും ഏറ്റുചൊല്ലി. സൈബർ ബുള്ളിയിങ്, വ്യാജ വാർത്തകൾ, മോശം ഉള്ളടക്കങ്ങൾ എന്നിവയെ ഞാൻ നിരുത്സാഹപ്പെടുത്തും. 35 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇത്തവണ സ്കൂളിലേക്ക് എത്തുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പുതിയൊരു അധ്യയന വർഷത്തിന് തുടക്കമാകുമ്പോൾ വിങ്ങുന്ന ഓർമ്മകളിലാണ് ഒരു വിദ്യാലയം. വാൽപ്പാറ ദുരന്തത്തിന്റെ കനലൊടുങ്ങാത്ത വേദനയിലാണ് മലപ്പുറം പാങ്ങ് GLP സ്കൂളിൽ പ്രവേശനോത്സവം നടന്നത്. ദുരന്തത്തിൽ 5 അധ്യാപകരെയും സഹപ്രവർത്തകരെയും നഷ്ടപ്പെട്ട ഈ വിദ്യാലയം കണ്ണീർ ചിരിയുമായാണ് പുതിയ കുരുന്നുകളെ നെഞ്ചോട് ചേർത്തത്. പ്രവേശനോത്സവ ദിനത്തിൽ പാങ്ങ് GLP സ്കൂളിന്റെ അങ്കണം നിറയെ കൊച്ചുകുട്ടികളുടെ കളിച്ചിരികളാണ്. എന്നാൽ ഈ ചിരികൾക്കിടയിലും ഒരു വലിയ ശൂന്യത വിദ്യാലയത്തെ പ്രകമ്പനം കൊള്ളിക്കുന്നുണ്ട്. ഏപ്രിൽ മാസത്തിൽ വിനോദയാത്രയ്ക്ക് പോയ അധ്യാപകരുടെ സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം വാൾപ്പാറ ചുരത്തിൽ നിന്ന് താഴ്ചയിലേക്ക് മറിഞ്ഞ് 10 പേർ മരണപ്പെട്ടിരുന്നു. ഈ സ്കൂളിലെ 5 അധ്യാപകരും പാചക തൊഴിലാളിയും ബസ് ഡ്രൈവറും അപകടത്തിൽ മരിച്ചു. അക്ഷരമുറ്റത്തേക്ക് കൈപിടിച്ചുയർത്തിയ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് വിദ്യാലയം പ്രവേശനോത്സവ ചടങ്ങിലേക്ക് കടന്നത്. 16 കുരുന്നുകളാണ് ഇത്തവണ ഇവിടെ പ്രവേശനം നേടിയത്. വേദനകൾക്കിടയിലും പുതിയ തലമുറയ്ക്ക് ആത്മവിശ്വാസം പകർന്നു നടന്ന പ്രവേശനോത്സവം മഞ്ഞളാംകുഴി അലി MLA ഉദ്ഘാടനം ചെയ്തു. ഒരു പുതിയ സ്കൂള് കംപ്ലീറ്റ് ആയിട്ട് ഇതിന് മാറി, ചിത്രങ്ങൾ മാറി, പിന്നെ ഗ്രൗണ്ട് മാറി, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വളരെ വലിയ വ്യത്യാസത്തോടു കൂടി ഞങ്ങൾ നടത്തി. എല്ലാ പഞ്ചായത്തും, ഗ്രാമപഞ്ചായത്തും, ബ്ലോക്ക് പഞ്ചായത്തും, എല്ലാ ജനപ്രതിനിധികളും, അതുപോലെ തന്നെ നമ്മുടെ PTA ഒക്കെ വളരെ, ജനങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. കൈനിറയെ സമ്മാനങ്ങളാണ് വിദ്യാർത്ഥികൾക്കായി സന്നദ്ധ സംഘടനകൾ കരുതി വെച്ചിരുന്നത്. വിഷാദമുഖമായ അന്തരീക്ഷത്തിൽ നിന്നും കുട്ടികളെ സന്തോഷത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ അതുൽ നറുകരയുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറി. നഷ്ടപ്പെട്ടു പോയവരുടെ ഓർമ്മകളെ നെഞ്ചോട് ചേർത്ത് വിജ്ഞാനത്തിന്റെ പുതിയ ആകാശങ്ങളിലേക്ക് കുരുന്നുകൾക്ക് വഴികാട്ടാമെന്ന പ്രതീക്ഷയിലാണ് പാങ്ങ് GLP സ്കൂൾ. അമൃത ന്യൂസ്, മലപ്പുറം. അറിവും അനുഭവങ്ങളുമാണ് ജീവിതത്തിലെ യഥാർത്ഥ കരുത്തെന്ന് മന്ത്രി KA തുളസി കട്ടേല MRSൽ നടന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്കുള്ള സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാലയങ്ങളിൽ സർക്കാർ ഒരുക്കി നൽകിയിട്ടുള്ള മികച്ച പഠന താമസ സൗകര്യങ്ങൾ പരീക്ഷാ വിജയത്തിനു വേണ്ടി മാത്രമല്ല, വ്യക്തിത്വ വികസനത്തിനു കൂടി കുട്ടികൾ വിനിയോഗിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ കുട്ടികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞ ചൊല്ലി. SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥിനികളെ ആദരിക്കുകയും ചെയ്തു. V മുരളീധരൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അനുകുമാരി, പട്ടികവർഗ വികസന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ശ്രീലേഖ, വാർഡ് കൗൺസിലർ KP ബിന്ദു, ഹെഡ്മാസ്റ്റർ K രവികുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സ്കൂൾ തുറന്ന ദിവസം തന്നെ അപകടം. തിരുവനന്തപുരത്ത് സ്കൂൾ പരിസരത്ത് പ്രവർത്തിക്കുന്ന SSA കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു. വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. ഓഫീസ് സമയം കഴിഞ്ഞതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. LDF സർക്കാർ 6 വർഷത്തിനിടെ 2 തവണ അറ്റകുറ്റപ്പണി നടത്തിയ കെട്ടിടമാണ് തകർന്നത്. സംഭവത്തിൽ കോർപ്പറേഷൻ സർക്കാരിനോട് അന്വേഷണം ആവശ്യപ്പെടുമെന്ന് മേയർ VV രാജേഷ് പറഞ്ഞിട്ടുണ്ട്. സമഗ്ര അന്വേഷണം വേണമെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും ആവശ്യപ്പെട്ടു. സർവശിക്ഷാ അഭിയാൻ ഓഫീസായാണ് കെട്ടിടം പ്രവർത്തിക്കുന്നത്. 30 ജീവനക്കാർ ജോലി ചെയ്യുന്ന ഓഫീസാണിത്. സ്കൂൾ പരിസരത്ത് തന്നെയാണ് ഇതും പ്രവർത്തിക്കുന്നത്. കിഴക്കേക്കോട്ട അട്ടക്കുളങ്ങര സെൻട്രൽ സ്കൂൾ മതിൽക്കെട്ടിനകത്ത് പ്രവർത്തിക്കുന്ന സർവശിക്ഷാ അഭിയാൻ ജില്ലാ പ്രോജക്ട് ഓഫീസിന്റെ കെട്ടിടത്തിലെ മേൽക്കൂരയാണ് വൈകിട്ട് 5:15 തകർന്നു വീണത്. ഓഫീസ് സമയം കഴിഞ്ഞ് ജീവനക്കാർ ഇല്ലാത്തതിനാൽ വലിയ അപകടമാണ് വഴിമാറിയത്. ഓഫീസ് ടൈം കഴിഞ്ഞ് 5 മണിയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഇറങ്ങുമായിരുന്നു. അപ്പോൾ ഒരു ചെറിയ സൗണ്ട് കേട്ടു. ഒരു 5:10 ഒക്കെ ആയപ്പോഴത്തേക്കാണ് സൗണ്ട് കേട്ടത്. സൗണ്ട് കേട്ട് ഞങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സൗണ്ട് പറഞ്ഞു തീരുന്നിടയ്ക്ക് കട്ടളയും ഓടോടും എല്ലാം കൂടെ താഴോട്ട് നിലം പതിക്കുന്ന ആ സമയത്ത് തന്നെ നിലം പതിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. പക്ഷേ ഈ സ്ത്രീകളടക്കമുള്ള ആൾക്കാർ അപ്പോഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. 2019 മുഖ്യമന്ത്രിയുടെ തനത് ഫണ്ടിൽ നിന്നും 1,17 ലക്ഷം രൂപ ചെലവഴിച്ച് അറ്റകുറ്റപ്പണി നടത്തിയ കെട്ടിടം 2025 മോടി പിടിപ്പിക്കൽ നടത്തിയിരുന്നു. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് അറ്റകുറ്റപ്പണി നടത്തിയ കെട്ടിടം തകർന്നതിന്റെ ഉത്തരവാദിത്വം മുൻ മന്ത്രി V ശിവൻകുട്ടിക്കുണ്ടെന്നും നഗരസഭ സർക്കാരിനോട് അന്വേഷണം ആവശ്യപ്പെടുമെന്നും മേയർ VV രാജേഷ് പറഞ്ഞു.
ബഹുമാനപ്പെട്ട മുൻ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്ത് ആന്റണി രാജു അധ്യക്ഷത വഹിച്ചെന്നാണ് ഈ ബിൽഡിങ്ങിൻ്റെ മുൻപിൽ കല്ലിൽ എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കെട്ടിടം മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ തകർന്നു വീണതിനെക്കുറിച്ച് കോർപ്പറേഷൻ അന്വേഷണം നടത്തും. മറ്റൊന്ന്, ഈ കെട്ടിടത്തിന് കോർപ്പറേഷൻ ഫിറ്റ്നസ് കൊടുത്തതല്ല. ഈ കെട്ടിടത്തിൽ കുട്ടികൾ പഠിക്കുന്നില്ല. ഈ കെട്ടിടത്തിൽ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഓഫീസും പ്രവർത്തിക്കുന്നില്ല. ഈ കെട്ടിടം വളരെ പഴയതായതുകൊണ്ട് തന്നെ കുട്ടികളെ ഇരുത്താതെ വർഷങ്ങൾ കൊണ്ട് മാറ്റിയിട്ട കെട്ടിടമാണ്. ആ കെട്ടിടത്തിന് എന്തിനാണ് 3 കോടി രൂപ 2 തവണയായിട്ട് ചെലവഴിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം. അതേസമയം തകർന്ന കെട്ടിടത്തിൽ നിന്നും കമ്പ്യൂട്ടർ അടക്കമുള്ള ഇലക്ട്രോണിക് സാധനങ്ങളും ഫയലുകളും ജീവനക്കാർ മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി. കെട്ടിട നിർമ്മാണത്തിലെ അഴിമതിയിൽ സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അട്ടക്കുളങ്ങരയിലെ സ്കൂൾ കെട്ടിടം തകർന്നു വീണതിൽ അഴിമതി അന്വേഷിക്കണമെന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഘം. കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് അറ്റകുറ്റപ്പണി നടത്തിയ കെട്ടിടമാണ് തകർന്നു വീണതെന്നും പൂർവ്വ വിദ്യാർത്ഥിയും സെനറ്റ് അംഗവുമായിരുന്ന സജി കമലം പറഞ്ഞു. രജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. സമഗ്ര ശിക്ഷ അഭിയാന്റെ ജില്ലാ പ്രോജക്റ്റ് ഓഫീസ് കെട്ടിടമാണ് തകർന്നു വീണത്. ഇത് മുമ്പ് സ്കൂളായിരുന്നു. ആ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ സജി കമല, അദ്ദേഹം ഇപ്പം സെനറ്റ് അംഗം കൂടിയാണ്, അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. ഈ സ്കൂള് ഇത് ഒരു സമഗ്ര ശിക്ഷാവിൻ്റെ ഓഫീസായി പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടമായിരുന്നു. ഇത് ഏതെങ്കിലും തരത്തിൽ പൈതൃകമായ ഒരു കെട്ടിടമാണോ? എന്താണ് ഇതുമായി? അല്ല, ഈ കെട്ടിടം പൈതൃകമല്ല. ഇത് ശരിക്കും മുമ്പ് ഷീറ്റിട്ടൊരു കെട്ടിടമായിരുന്നു. ഇത് പൈതൃകമല്ല. പൈതൃക കെട്ടിടം എന്ന് പറയുന്ന സ്കൂളിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന കെട്ടിടമാണ്. അതിന് ഏതാണ്ട് 1897 കെട്ടിയ കെട്ടിടമാണ് നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന പൈതൃക കെട്ടിടം. പക്ഷേ പുതുക്കി പണിഞ്ഞപ്പോൾ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് ഇത് പുതുക്കി പണിഞ്ഞത്. അദ്ദേഹം വളരെ മുൻകൈയെടുത്തിട്ട് ചെയ്ത പദ്ധതിയാണ് സെൻട്രൽ സ്കൂളിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ നവീകരണങ്ങൾ. അദ്ദേഹത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്ന് 1,77,00,000 രൂപയോളം അനുവദിച്ചിട്ടാണ് ഇവിടുത്തെ 3 കെട്ടിടങ്ങളും സ്റ്റേജും എന്നുവെച്ചാൽ ഒരു സാംസ്കാരിക ഹബ്ബ് തുടങ്ങണം എന്നുള്ള രീതിയിൽ സ്റ്റേജും നവീകരിച്ചത്. ഈ നവീകരണം അന്ന് ഏൽപ്പിച്ചത് തന്നെ ഹാബിറ്റേറ്റിനെയാണ്. പക്ഷേ ഹാബിറ്റേറ്റിൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള അഴിമതി ഉണ്ടായതിൻ്റെ ഫലമാണ് ഈ ബിൽഡിങ്ങുകളെല്ലാം തന്നെ ഇന്ന് ഇങ്ങനെ ആവാനുള്ളൊരു കാരണം. ആ അഴിമതി നമ്മൾ പറഞ്ഞാൽ ഇന്ന് ഒരു ദിവസം പറഞ്ഞാൽ തീരില്ല. കാര്യം ഈ സ്കൂളിൽ നിന്ന് തന്നെ മണ്ണെടുത്ത് കുഴിച്ചെടുത്ത് ഈ ബിൽഡിംഗ് കെട്ടുന്ന അവസ്ഥ വരെ ഹാബിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ ഓട് മാറുന്നതിന് പകരം പഴയ ഓട് പെയിൻ്റ് അടിച്ചിട്ടിട്ടുണ്ട്. ഇവിടുത്തെ തന്നെ പല തടികളും പഴയ വർഷങ്ങളായ തടികൾ പുറത്തു പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള അഴിമതി അന്ന് നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2024 സ്വാഭാവികമായിട്ടും സർക്കാർ സ്കൂളിൽ കുട്ടികളുടെ കുറവുണ്ട്. അപ്പോൾ ഈ ബിൽഡിംഗ് ശരിക്കും അന്ന് 2019 നവീകരിച്ചിട്ട് ഫിറ്റ്നസ് കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ നഗരസഭ കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചിരുന്നില്ല. ആ ഒരു ബിൽഡിങ്ങിലാണ് അതും അതിൻ്റെ തൊട്ടടുത്തുള്ള ഷെഡിലുമായിട്ടാണ് നമ്മുടെ കുട്ടികളുടെ പഠനം നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ 2024 സർവശിക്ഷ അഭിനയൻ ഈ ബിൽഡിംഗ് കൊടുത്തു. അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ഇങ്ങനൊരു സ്കൂളിനുള്ളിൽ ഇങ്ങനൊരു ഓഫീസ് അനുവദിക്കരുത്. കാര്യം മുമ്പ് സിമാറ്റ് എന്ന് പറയുന്നൊരു കെട്ടിടം സ്കൂളിനകത്ത് നടന്നിരുന്നപ്പോൾ തന്നെ കുട്ടികളുടെ സുരക്ഷയ്ക്ക് വളരെ പ്രശ്നമുണ്ടാക്കിയിരുന്നു. കാര്യം സ്കൂൾ കെട്ടിടം തകർന്നു വീണതിലെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. അഴിമതിയുണ്ടെന്നും അന്വേഷണം വേണമെന്നും ആണ് പൂർവ്വ വിദ്യാർത്ഥി സംഘം ആവശ്യമുന്നയിക്കുന്നത്. ഭൂതകാലത്തു നിന്നും മാറി വർത്തമാനകാലത്ത് ജീവിക്കാൻ പഠിക്കണമെന്ന് സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവി. ജീവിതം അനന്തമാണ്. നീർക്കുമിള പോലെ ഏത് നിമിഷവും പൊട്ടാവുന്നതുമാണ്. വാക്കിലും പ്രവൃത്തിയിലും കൃത്യമായ ബോധം വേണമെന്നും അമ്മ പറഞ്ഞു. കോഴിക്കോട് ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന് പരിസമാപ്തി കുറിക്കുന്ന ഇന്നും ആയിരങ്ങളാണ് അമ്മയുടെ ദർശനപുണ്യം തേടി എത്തിയത്. ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന്റെ 2ാം ദിനമായ ഇന്നും അമ്മയുടെ ദർശന പുണ്യം തേടി ആയിരങ്ങളാണ് രാവിലെ മുതൽ ഒഴുകിയെത്തിയത്. ഇന്നലെ 2 മണിവരെ നീണ്ട ദർശനത്തിനു ശേഷം പുലർച്ചെയോടെ വിശ്രമിക്കാൻ പോയ അമ്മ ഇന്ന് രാവിലെ 11 മണിയോടെ തന്നെ വേദിയിലെത്തി. തുടർന്ന് പൗരപ്രമുഖരുടെ നേതൃത്വത്തിൽ അമ്മയെ സ്വീകരിച്ചിരുത്തി. മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രൻ, മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ് കുമാർ, ജോയിന്റ് മാനേജിംഗ് എഡിറ്റർ PV നിതീഷ്, ഡെപ്യൂട്ടി എഡിറ്ററായിരുന്ന MP ഗോപിനാഥ്, BJP സെൽ സംസ്ഥാന കോർഡിനേറ്റർ VK സജീവൻ, BJP സംസ്ഥാന കമ്മിറ്റി
കമ്മിറ്റി അംഗം KV സുധീർ തുടങ്ങിയവർ അമ്മയെ ഹാരാർപ്പണം ചെയ്തു. തുടർന്ന് പരിസ്ഥിതി ദിനത്തിന് മുന്നോടിയായി നട്ടുപിടിപ്പിക്കാനുള്ള വൃക്ഷത്തൈകൾ മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ യുവജന വിഭാഗമായ അയുതിന്റെ പ്രവർത്തകർക്ക് വിശിഷ്ട വ്യക്തികൾ കൈമാറി. തുടർന്ന് അനുഗ്രഹ പ്രഭാഷണവും നടത്തി. വിനയവും ക്ഷമയും സഹനവും വിശാല മനസ്കതയും ജീവിത വിജയത്തിന് ആധാരമെന്ന് പറഞ്ഞു തുടങ്ങിയ അമ്മ ഭൂതകാലത്തു നിന്നും മാറി വർത്തമാനകാലത്ത് ജീവിക്കാൻ നാം പഠിക്കണമെന്ന് സന്ദേശം നൽകി. ഭൂതവും ഭാവിയും വർത്തമാനത്തിലായിരിക്കും. ഈ നിമിഷമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ആ വർത്തമാനത്തിൽ നമ്മൾ നല്ല കർമ്മം ചെയ്താൽ തീർച്ചയായിട്ടും 90% വ്യത്യാസം ഉണ്ടാക്കാം. പിന്നെ വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ നേരിട്ടേ പറ്റുള്ളൂ, അല്ലാതെ നേരിടാൻ പഠിക്കണം എന്നുള്ളതാണ്. തുടർന്ന് ഭക്തിഗാനസുധയും നടന്നു. ഇന്ന് രാത്രി വരെയും അമ്മ ദർശനം നൽകും. ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന് ഇന്ന് പരിസമാപ്തി കുറിക്കുന്നതോടെ ജൂൺ 3, 4 തീയതികളിൽ അയ്യന്തോൾ ബ്രഹ്മസ്ഥാന മഹോത്സവത്തിൽ പങ്കെടുക്കാനായി അമ്മ തൃശൂരിലേക്ക് യാത്ര തിരിക്കും. അമൃത ന്യൂസ്, കോഴിക്കോട്. സ്ത്രീ ശാക്തീകരണത്തിനും സാമ്പത്തിക അഭിവൃദ്ധിക്കുമായി സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ പ്രേരണയാൽ ആരംഭിച്ചതാണ് അമൃതശ്രീ സ്വയം സഹായ സംഘങ്ങൾ. കോഴിക്കോട് ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി അമൃതശ്രീ അംഗങ്ങളായ 5000 പേർക്ക് അമ്മയുടെ നേതൃത്വത്തിൽ വസ്ത്രവിതരണം നടത്തി. അടുക്കളയിലകപ്പെട്ട സ്ത്രീകളുടെ പുനരുദ്ധാരണത്തിന്റെ മികച്ച മാതൃകയാണ് അമൃതശ്രീ സ്വയം സഹായ സംഘങ്ങൾ. സ്ത്രീകളുടെ സംഘങ്ങൾ ഉണ്ടാക്കി സാമ്പത്തിക സാശ്രയത്വമുള്ളവരാക്കി മാറ്റുകയാണ് അമൃതശ്രീയുടെ അടിസ്ഥാന പ്രവർത്തനം. വിമൻ എംപവർമെന്റ് അതിന്റെ ഭാഗമായിട്ടാണ് അമ്മ ഇത് തുടങ്ങിയിരിക്കുന്നത്. കാരണം എപ്പോഴും സമൂഹത്തിലെ സ്ത്രീകൾ എപ്പോഴും ഒരു പിന്നോക്കമായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പം അത് അല്ല, അവരെ മുന്നോട്ട് കൊണ്ടുവന്ന് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള കൈത്തൊഴിലുകൾ ചെയ്യിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അവർക്കൊരു പ്രചോദനവും പ്രോത്സാഹനവും എന്നുള്ളൊരു രീതിയിലും പിന്നെ ഒരു പെൻഷൻ എന്നുള്ള പദ്ധതി അതും ചെയ്തിട്ട് സാരിയും എല്ലാം കൂടി ആയിട്ട് അവർക്ക് കൊടുക്കുകയാണ് അമ്മ. തൊഴിൽ പരിശീലനം നൽകിയും സംരംഭങ്ങൾ ആരംഭിച്ചും ആയിരക്കണക്കിന് വനിതകളാണ് അമ്മയുടെ കൃപ കൊണ്ട് സംസ്ഥാനത്ത് സ്ത്രീ ശാക്തീകരണത്തിന്റെ മാതൃകകൾ സൃഷ്ടിക്കുന്നത്. അമ്മയുടെ ഉദ്ദേശം ഇവരെ കൊണ്ട് എന്തെങ്കിലും അവരെ കൊണ്ട് കൈത്തൊഴിൽ ചെയ്യിപ്പിച്ച് അവരുടെ കുടുംബം പുലർത്താൻ മുന്നോട്ട് സ്ത്രീകൾ മുന്നോട്ട് വരണമെന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പം അമ്മ വർഷത്തിൽ ഈ വസ്ത്രവും 1500 രൂപയും അമ്മ തന്നെ അമ്മയുടെ നിന്ന് ചെയ്യുന്നുണ്ട്. കോഴിക്കോട് മേഖലയിലെ അമ്മയുടെ സന്ദർശനം അക്ഷരാർത്ഥത്തിൽ ഉത്സവമാകുമ്പോൾ അമൃതശ്രീ കുടുംബങ്ങളിലേക്കും അമ്മയുടെ സഹായം കൂടുതലായി എത്തുകയാണ്. അമൃതശ്രീ അംഗങ്ങളായ 5000 പേർക്ക് അമ്മയുടെ നേതൃത്വത്തിൽ പുതുവസ്ത്രങ്ങൾ നൽകി ആദരിച്ചു. ആത്മീയതയ്ക്കൊപ്പം സമൂഹത്തിന്റെ നെടുന്തൂണായ വനിതകളെയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാണ് അമ്മ. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് കരുതലിന്റെ തണലൊരുക്കുകയാണ് കാരുണ്യ മതിൽ. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ദർശനത്തിനെത്തുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് തികച്ചും സൗജന്യമായി വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അപൂർവ അവസരമാണ് ഈ സ്ട്രോളിലൂടെ ഒരുക്കിയിരിക്കുന്നത്. കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായ അമ്മയെ കാണാൻ ഒഴുകിയെത്തുന്ന ജനലക്ഷങ്ങൾക്ക് ആശ്വാസമാവുകയാണ് ബ്രഹ്മസ്ഥാന മഹോത്സവ നഗരിയിലെ ഈ വേറിട്ട കാഴ്ച. അമ്മയുടെ ദർശനത്തിനായി എത്തുന്നവർക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വസ്ത്രങ്ങളുടെ ഒരു വലിയ ശേഖരമാണ്. ആവശ്യമുള്ളവർക്ക് തികച്ചും സൗജന്യമായി ഇവിടെ നിന്നും വസ്ത്രങ്ങൾ എടുക്കാം. വരുന്നവർക്ക് തങ്ങൾക്കിഷ്ടപ്പെട്ട 5 വസ്ത്രങ്ങൾ വരെ സ്വയം തിരഞ്ഞെടുക്കാനുള്ള വലിയ അവസരമാണ് കാരുണ്യ മതിൽ സ്റ്റാളിൽ ഒരുക്കിയിരിക്കുന്നത്. സാരികളും കുട്ടികൾക്കായുള്ള ഉടുപ്പുകളും തുടങ്ങി ഒട്ടനവധി വസ്ത്രങ്ങളാണ് ഇവിടെ വിതരണത്തിനായി ഒരുക്കിയിരിക്കുന്നത്. സുമനസ്സുകൾ നൽകുന്ന പുത്തൻ വസ്ത്രങ്ങളും നല്ല വസ്ത്രങ്ങളും അർഹരിലേക്ക് യാതൊരു പ്രതിഫലവും കൂടാതെ എത്തിക്കുക എന്ന മഹത്തായ ദൗത്യമാണ് ഈ കൂട്ടായ്മ ചെയ്യുന്നത്. തങ്ങൾ കേവലം ഒരു മധ്യസ്ഥർ മാത്രമാണെന്നാണ് കാരുണ്യ മതിൽ സ്ഥാപകനായ അജിത് കുമാർ പറയുന്നത്. കാരുണ്യ മതിൽ എന്ന് പറഞ്ഞാൽ ഈ തുണി തരുന്നവരും എടുക്കുന്നവരും തമ്മിലുള്ള ഒരു ബ്രിഡ്ജാണ്. അപ്പം നമുക്ക് അവർ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഡംപിങ് ഗ്രൗണ്ട് അല്ല, നമ്മൾ വാഷ് ചെയ്ത് അയൺ ചെയ്തിട്ടുള്ള യൂസ്ഡ് നല്ല ക്ലോത്ത്സ് ആണ് സ്വീകരിച്ചിട്ട്
നമ്മൾ മാസത്തിൽ ഒരു 5 ഡ്രസ്സ് എന്നുള്ളത് എല്ലാ മാസവും അവർക്ക് വരാം. ഈ ബെനിഫിഷ്യറീസിന് എല്ലാ മാസവും വന്നിട്ട് അവർക്ക് എടുക്കാം. അമ്മയുടെ പാദസ്പർശമേറ്റ ഈ പുണ്യഭൂമിയിൽ കാരുണ്യത്തിന്റെ പുതിയ കാൽവെപ്പ് നടത്താൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് കാരുണ്യ മതിലിന്റെ പ്രവർത്തകരും ഭക്തജനങ്ങളും. അമൃത ന്യൂസ്, കോഴിക്കോട്. അമ്മയെ കണ്ടതിലെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണെന്നും ചെറുപ്പം മുതൽ തന്നെ ആശ്രമവുമായി ബന്ധം പുലർത്തിയിരുന്നുവെന്നും വിദ്യാ ബാലകൃഷ്ണൻ MLA കോഴിക്കോട് പറഞ്ഞു. കുട്ടിക്കാലത്തൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, പലതവണ വന്ന് കണ്ടിട്ടുണ്ട്. പണ്ടൊക്കെ ആശ്രമത്തിൻ്റെയൊക്കെ തുടക്കകാലത്ത് മറ്റ് ജില്ലയിൽ നിന്നൊക്കെ ആളുകൾ വരാറുണ്ടായിരുന്നു അമ്മ ഇവിടെ വരുന്ന സമയത്ത്. ആ സമയത്തൊക്കെ വീട്ടിലൊക്കെ അക്കോമഡേഷൻ കൊടുക്കുന്നൊക്കെ ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ആ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയാണ് മനസ്സിലൂടെ കടന്നു പോയിട്ടുള്ളത്. കോഴിക്കോട് വന്ന് അമ്മയെ വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമാണുള്ളത്. പതിനായിരക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന മഹോത്സവത്തിൽ മാലിന്യ സംസ്കരണം അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ജൈവ അജൈവ മാലിന്യങ്ങൾ യഥാസമയം സംസ്കരണം നടത്തി മാതൃകയാകുകയാണ് അമലഭാരതം പ്രവർത്തകർ. 2010 അമലഭാരതം പ്രവർത്തനം ആരംഭിച്ചത്. പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ചടങ്ങാണ് കോഴിക്കോട് ബ്രഹ്മസ്ഥാന മഹോത്സവം. മാലിന്യങ്ങൾ കുന്നുകൂടാനുള്ള സാധ്യതയും കൂടുതലാണ്. പക്ഷേ പൊതുയിടങ്ങളിൽ ഒരു തരി പോലും മാലിന്യങ്ങളില്ലാതെ സംസ്കരിക്കുകയാണ് അമലഭാരതം പ്രവർത്തകർ. ഭാരതം മാലിന്യമുക്തമാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് 2010 അമലഭാരതം പ്രവർത്തനം ആരംഭിച്ചത്. ഭാരതം മാലിന്യമുക്തമാകണം എന്ന അമ്മയുടെ സങ്കല്പം അനുസരിച്ച് നമ്മൾ ഭാരതം മുഴുവൻ ക്ലീനപ്പ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രോഗ്രാം നടക്കുന്ന സ്ഥലമല്ല, അതിന് ചുറ്റുപാടുള്ള കടകളും റോഡും എല്ലാം നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഓരോ ഭാരതീയൻ്റെയും ഉത്തരവാദിത്വമാണ് നമ്മുടെ മാതൃരാജ്യം ഏറ്റവും ശുദ്ധമായിട്ട് ഏറ്റവും പവിത്രമായിട്ട് സൂക്ഷിക്കേണ്ടത്. വിദേശികളായ അമ്മയുടെ ഭക്തർ ഉൾപ്പെടെ നിരവധി പേരാണ് അമലഭാരതത്തിന്റെ ഭാഗമായുള്ളത്. So many people come here, so there's a lot of waste, not only the food waste but also non-organic waste. So that's our main job. And then we have another group of volunteers, the local team, and they're supporting us, and here in Kozhikode they're doing a really good job. So it's a great honor actually to participate to this campaign, just to be with Amma. It is her campaign, so it is our campaign, it is our nature, one planet. ശബരിമലയിൽ ഉൾപ്പെടെ അമലഭാരതം അംഗങ്ങളെത്തി മാലിന്യങ്ങൾ നീക്കം ചെയ്യാറുണ്ട്. ശബരിമലയിൽ നമ്മൾ ഇവിടെ നിന്നും കേരളത്തിൽ നിന്നും വിദേശത്തു നിന്നും ആളുകൾ വന്ന് ഒരുപാട് പ്രാവശ്യം ക്ലീൻ ചെയ്തതാണ്. ഇവിടെയുള്ള വേസ്റ്റുകൾ കംപ്ലീറ്റ് കളക്ട് ചെയ്തിട്ട് ഒന്നായിട്ട് ഇട്ടിട്ട് നമ്മൾ സോർട്ട് ചെയ്തിട്ട് പ്ലാസ്റ്റിക് വേറെ, ഇരുമ്പ് വേറെ, പേപ്പർ വേസ്റ്റ് വേറെ, അങ്ങനെ വേറെ വേറെ ആക്കിയിട്ട് തരം തിരിച്ചിട്ട് നമ്മളത് ഡിസ്പോസ് ചെയ്യാണ്. പ്ലാസ്റ്റിക്, പേപ്പർ, ഇരുമ്പ് എന്നിവ തരം മാറ്റിയാണ് സംസ്കരിക്കുക. ഭക്ഷണാവശിഷ്ടങ്ങൾ പന്നി ഫാമുകളിലേക്കും നൽകും. വളമാക്കാൻ പറ്റിയ വളത്തിലേക്ക് മാറ്റുക, അല്ലാതൊക്കെ പന്നിക്ക് ഭക്ഷിക്കാൻ പറ്റുക പന്നി ഫാമിലേക്ക് കൊടുക്കുക, മറ്റൊക്കെ ആക്രിക്കടയിൽ കൊടുക്കാൻ പറ്റുക ആക്രിക്കടയിൽ കൊടുക്കുക, അത് പണമാക്കി മാറ്റുക. ഈ രീതിയിൽ വളരെ എന്താ പറയുക, വേസ്റ്റാണ് കയ്യിലാകാൻ മടിക്കുന്ന സാധനമാണെങ്കിൽ ഞങ്ങളെ വളണ്ടിയേഴ്സ് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പണം ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. അമലഭാരതം പദ്ധതിയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ സന്തോഷമാണ് ഓരോ ഭക്തർക്കും ഉള്ളത്. അമൃത ന്യൂസ്, കോഴിക്കോട്.